ഒരു കൺവെൻഷനിൽ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയല്ല അതിന്റെ ടോപ്പിക് തന്നത്, ഫോക്കസിങ് ഓൺ അവർ സെൽഫ്, അങ്ങനെയായിരുന്നു ആ ടോപ്പിക് ഉണ്ടായത്. ആ ടോപ്പിക്കിൽ ഞാൻ പങ്കെടുത്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോ, നമ്മളിവിടെ കേരളത്തിലല്ല, പുറത്താണ്. അപ്പൊ തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ നടന്ന കാര്യം പറയാം. ഞാൻ മനസ്സിലാക്കിയതും ആ കൺവെൻഷനിൽ ഞാൻ മനസ്സിലാക്കിയ വിഷയത്തിന്റെ പോരായ്മേനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വീട്ടിൽ വന്നു. എന്തായാലും അന്ന് എന്റെ ആൽക്കഹോളിക്, ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. എന്തായാലും എന്റെ ആൽക്കി അന്ന് കള്ള് ഷാപ്പാണ് നടത്തുന്നത്, അദ്ദേഹത്തിന്റെ തൊഴിൽ അതാണ്. അപ്പൊ അന്ന് രാവിലെ മാർക്കറ്റിലൊക്കെ പോയി ഒരുപാട് മീനൊക്കെ കൊണ്ടുവരുന്ന സമയമാണ്. അപ്പൊ മീൻ കൊണ്ടുവന്നപ്പം എന്നോട് പറഞ്ഞു ഇതൊന്ന് കറി വെച്ച് തരാൻ പറഞ്ഞു. അപ്പൊ അത് പ്രത്യേകം അദ്ദേഹം പറഞ്ഞു, നല്ല മുളകിട്ട് പുളിയിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മീൻ വറ്റിച്ച് വെച്ചോണ്ട് പറഞ്ഞു. അപ്പൊ ശരിക്കും ഫോക്കസിങ് ഓൺ അവർ സെൽഫ് കേട്ട് വന്ന ഞാൻ അവിടെ കേട്ട വിഷയം, എന്റെ പ്രശ്നം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, സ്വന്തം ഇഷ്ടം നോക്കുക, അവനവനിലേക്ക് തന്നെ നോക്കുക, എല്ലാ കാര്യങ്ങളും അവനവന്റെ ഇഷ്ടത്തിന് ചെയ്യാന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം എന്നായിരുന്നു. ഞാൻ നന്നായിട്ട് അന്ന് തേങ്ങ അരച്ച് വെച്ച്. അപ്പം ഒരു ഉള്ളിലുള്ള ധൈര്യമൊക്കെ സംഭരിച്ചിട്ടാണ് വെക്കുന്നത്. കാരണം ഇത് വിളമ്പി വെച്ചാൽ എന്താ പറയാന്നറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനെയല്ലേ അലനോൺ പറയുന്നത്, പിന്നെന്താ. അങ്ങനെ ഒരു ധൈര്യത്തിൽ ഞാനും ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ വിളമ്പി. ആൽക്കി വന്ന് ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പൊ എന്നോടല്ല ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയാണോ വെക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എനിക്കിഷ്ടം. എപ്പോഴും എല്ലാവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പ്ലേറ്റ് എടുത്ത് എനിക്ക് ഏറ് കിട്ടിയില്ല, അടി കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സ്വസ്ഥമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു താങ്ക്സ് അല്ലനോൺ, ഇത് വർക്കൗട്ട് ആവുന്നുണ്ട് വിചാരിച്ചു. അങ്ങനെ പിന്നെയും എന്തോ ഒരു ഇൻസിഡന്റ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കാര്യം നോക്കും, ഞാൻ അലനോണിൽ പോയിട്ട് ഞാൻ എന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഞാൻ എപ്പോഴും ഇത്രയും കാലം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചു, ഇനി എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു. അന്നേരം ആൽക്കി അവിടുന്ന് ചാടി എണീച്ചെന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എന്റെ അലനോൺ പോക്ക് ഞാൻ നിർത്തും അണക്ക്, അല്ലെങ്കിൽ അലനോണിലേക്ക് പോകാൻ തുടങ്ങിയതിന്റെ ശേഷം കുറച്ച് കൂടുന്നുണ്ട്, ഞാനാണ് ഇവിടെ ചെലവിന് വരുന്നത്, ഞാൻ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി കിടന്നോന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പത്തി താഴ്ത്തി പഴയ പോലെ. പക്ഷെ എന്തായാലും ആ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം അലനോണിലേക്ക് വരുന്നു, അലനോണിന്റെ ടൂൾസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു സ്പോൺസർ എടുക്കുന്നു, എലനോണിലൂടെ മുന്നോട്ട് പോകുന്നു, ഹയർ പവറായിട്ട് ഒരു കോണ്ടാക്ട് വരുന്നു. അങ്ങനെ ജീവിതം മാറ്റി മറിഞ്ഞു വരികയാണ്. എലനോണിൽ കയറുമ്പോ തന്നെ ജീവിതം മാറി മറിയുന്നില്ലല്ലോ. അങ്ങനെ മാറി മറിഞ്ഞു വന്നു. ഇന്ന് കറക്റ്റായിട്ട് ലുക്കിംഗ് ആഫ്റ്റർ യുവർ സെൽഫ് എന്നുള്ളതിന്റെ മീനിങ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്ന് അലനോണിൽ പോയ കാലിന്റെ മുട്ട് തല്ലി ഒടിക്കുന്നു പറയുന്ന ആൽക്കി ഇന്ന് വളരെ ബഹുമാനത്തോടു കൂടി അലനോൺ എന്ന് പറയുന്ന ഫെലോഷിപ്പിനെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ള സുഖ സൗകര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല, വായിക്കാനുള്ള സമയം അദ്ദേഹം തരുന്നുണ്ട്. ഫിസിക്കലി അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്, എന്നാൽ പോലും ഒരു ലിറ്ററേച്ചർ ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും വരുത്തി തരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത്രമാത്രം അദ്ദേഹം ഫെലോഷിപ്പിനോടും മെമ്പേഴ്സിനോടും അദ്ദേഹം ബഹുമാനം കാണിക്കുന്നു. എനിക്കറിയാം അത് എന്റെ വീട്ടില് എലനോൺ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളത്. കാരണം ഈ 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്ന് എനിക്കറിയാം. എന്റെ താങ്ക്സ് ടു മൈ സ്പോൺസർ, അതും കൂടെ പറയണം. എന്റെ സ്പോൺസർ ഗൈഡ് ലൈനും എന്റെ ഹയർ പവറിന്റെ കോണ്ടാക്റ്റും എന്നെ ശരിക്കും എലനോൺ എങ്ങനെ ഒരു ആൽക്കഹോളിസം ബാധിച്ച വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കുടുംബമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എൻജോയ് ആയിട്ട് ജീവിക്കാൻ എങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളത് ശരിക്കും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ടോപ്പിക്കാണ് ലുക്കിംഗ് ആഫ്റ്റർ യുവർ സെൽഫ്. ഈ ഒരു ടോപ്പിക് ഒരു ഓപ്പൺ മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ഒരുപാട് കോൺസിക്വൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ അത് വരുത്തും. കാരണം അത് ഡീപ്പായി നമ്മളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണ അതിൽ വരുത്തും. കാരണം ഇതെന്താ, ഇവളെന്താ കുറച്ച് മറ്റേ റിബലായി പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഇതായി പോകുമോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്നാ ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ കൈൻഡ്നെസ്സും ഹ്യൂമിലിറ്റിയും എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ലുക്കിംഗ് ആഫ്റ്റർ യുവർ സെൽഫും അത്തരത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മളിലേക്ക് തന്നെ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും
നമ്മളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി കാണാനും ശ്രമിക്കുമ്പം നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകും. കാരണം എന്താന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കെയർ ഓഫ് അവർ സെൽഫ് എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു 3-fold ഡിസീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കൂട്ടായ്മയിൽ വരുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അതായത് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടാണ് ആൽക്കഹോളിസം അത് ബാധിക്കുന്നത്. അതൊരു 3 മടക്കുള്ള ഒരു രോഗാവസ്ഥയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് അത് എലനോണിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൽക്കഹോളിസം, മറ്റൊരാളുടെ ആൽക്കഹോളിസം കൊണ്ട് രോഗം ബാധിച്ച നമ്മളിലും ഈ 3-fold ഡിസീസ് ആസ് വെൽ ആസ് നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യാന്നുള്ളത്? അങ്ങനെ വരുമ്പം നമ്മളിൽ പലരും ആദ്യം തന്നെ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് എടുക്കുമ്പോൾ തന്നെ പലരും നമ്മളുടെ ആരോഗ്യത്തെ അവഗണിച്ചിട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ്ലി ആൽക്കഹോളിസം ഡേയ്സിൽ നമ്മളെ ആരോഗ്യത്തെ കുറിച്ചേ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളുടെ ശാരീരികമായ ആവശ്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. മാനസികമായ സമനിലയെ പറ്റി ആലോചിച്ചിട്ടില്ല. പല നിലയ്ക്കും നമ്മൾ ക്രഷ് ഔട്ട് ചെയ്തു പോയ വിഭാഗക്കാരാണ് നമ്മളിൽ പലരും. അത് ഏറ്റക്കുറച്ചിലുകളോടുകൂടി അനുഭവിച്ചു. കാരണം ചിലവര് വളരെ വയലന്റ് ആവുന്ന ആളുകളായിരിക്കും, വളരെ സൈലന്റ് ആയ ആളുകൾ ഉണ്ടാവും, പല രീതിയിൽ. അപ്പൊ നമ്മളിൽ എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റക്കുറച്ചിലുകളോട് കൂടിയിട്ടാണ് നമ്മൾ അനുഭവിച്ചു പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മളെ കെയർ ചെയ്യുക? കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നമുക്കിത് കേൾക്കുമ്പോൾ നമ്മൾ എലനോണിൽ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫീൽ ചെയ്യും ഫസ്റ്റില്. കാരണം ശരിയാണ്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അറ്റൻഷൻ കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അതിനെ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ശ്രമം നടത്തുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊരു സെൽഫിഷ് ആയി പോകുമോ, എനിക്ക് സ്വാർത്ഥത വരുമോ? കാരണം എന്താന്ന് പറഞ്ഞാൽ ഫുഡ്, പ്രത്യേകിച്ചും സ്ത്രീകള് അടുക്കള കൈകാര്യം ചെയ്യുന്നവര് ഫുഡിന്റെ കാര്യത്തിലായാലും നമ്മളെ കാര്യത്തിലായാലും ഒക്കെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഞാനൊരു സ്വാർത്ഥത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് തോന്നും. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാവുമ്പോഴേ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വളരുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ വന്നാൽ ചായ കൊടുക്കണം, ഏട്ടൻ വന്നാൽ ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടാണ് നമ്മളെ കുഞ്ഞുനാളിലെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കെയറിങ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടണം. പെട്ടെന്ന് നമ്മളിലേക്ക് ശ്രദ്ധ എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ കുറെ ആൽക്കഹോളിസം ഡേയ്സും അനുഭവിച്ചു. അത് പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവരെ പോലെ അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരും. അപ്പം എലനോണിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിനാൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എലനോണിൽ കൂടെ പോകുമ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ആദ്യം അതിൽ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ഫിസിക്കൽ ഹെൽത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുടുംബത്തിൽ എന്ത് തിരക്ക് വരുമ്പോഴും അതിൽ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാവരുടെ നീഡ്സും കഴിഞ്ഞിട്ട്, എല്ലാവരുടെ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു സമയം മാത്രമാണ് നമ്മൾക്കായിട്ട് കരുതുന്നത്. തുടക്കത്തിൽ ന്യൂ കമേഴ്സ് ആവണ സമയത്ത് നമ്മളെ മീറ്റിംഗ് പോലും നമ്മളെ ആൽക്കീന്റെ ആവശ്യങ്ങൾക്കായിരുന്നു നമ്മൾ പോയിരുന്നത്. അതും നമ്മൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല. പിന്നീടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നമുക്ക് അത് നീഡാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്, അത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റ് വേണം. അതേപോലെ നമുക്ക് എന്ത് വേണം? തുടർച്ചയായിട്ടുള്ള എക്സസൈസ് വേണം. നമ്മൾക്കൊരു ന്യൂട്രീഷൻ ഡയറ്റ് വേണം. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം. പക്ഷെ പലപ്പോഴും ഇതൊന്നും നമ്മളെ ശ്രദ്ധയിൽ പെടുന്നില്ല. കാരണം ആൽക്കഹോളിസം സ്റ്റിൽ കുടിച്ചോണ്ട് നിൽക്കുകയാണെങ്കിലും അതേപോലെ സോബറിറ്റിയിലേക്ക് വരുന്ന സമയങ്ങളിലാണെങ്കിൽ
എല്ലാത്തിനും ഒരാൾ വേണം എന്നുള്ള രീതികളാണ് അവർക്ക് തുടക്കത്തിൽ, പ്രത്യേകിച്ചും എൻ്റെ ഫാമിലിയിലൊക്കെ. എന്തിനും ഒരു പെണ്ണ് ചോദിക്കുമ്പം അത് ചോദിക്കുമ്പം ഇത് ചോദിക്കുമ്പം എടുത്തു കൊടുക്കാൻ ഞാൻ വേണം. എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് സമയേ ചെലവഴിക്കാൻ കണ്ടെത്തിയിട്ടേ ഇല്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് എൻ്റെ മകൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലായി, ആൽക്കഹോളിസം പോയിട്ട് എന്നെ തന്നെ ശ്രദ്ധിക്കാന്ന് ഞാൻ വിചാരിച്ച അതൊരിക്കലും നടക്കൂല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ കാര്യം നോക്കാൻ നടക്കൂല. അപ്പൊ എലനോളിന് വന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ഞാൻ റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ അത് എടുക്കാൻ തുടങ്ങി. എനിക്ക് വയ്യ എന്നുള്ളത് സൗമ്യമായിട്ടും അല്ലെങ്കിൽ അതിലൊരു ഇറിറ്റേഷൻ കാണിക്കാതെ ഞാൻ ആ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. മുമ്പ് ഞാൻ റെസ്റ്റ് എടുക്കാതെ ഞാൻ ജോലി ചെയ്യായിരുന്നു. എന്തെങ്കിലും എനിക്ക് എത്ര സുഖമില്ലെങ്കിലും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അവർക്ക് അറിയുന്നില്ല. അവര് തിരിച്ചറിയണ്ടേ, അത് എനിക്ക് പറയേണ്ട രീതി എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ പാത്രങ്ങൾ ഒച്ചപ്പെടുത്തും, അല്ലെങ്കിൽ പറയും എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇങ്ങനെ ഞാൻ ആ വീടിനെ മൊത്തം ഞാൻ പിടിച്ചലക്കുന്ന വിധത്തിലാണ് എന്റെ പ്രശ്നങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എനിക്കിന്ന് തീരെ വയ്യ, ഞാനിന്ന് കിടക്കുകയാണ്, എനിക്കിന്ന് എന്റെ ബോഡിക്ക് ഇന്ന് റെസ്റ്റ് ആവശ്യമുണ്ട്, അത് ഒരു ഫുഡ് വേണമെങ്കിൽ നമുക്ക് പാർസൽ വാങ്ങാൻ സൗമ്യമായി പറയാൻ തുടങ്ങിയപ്പം അവരത് വാങ്ങാൻ തുടങ്ങി. പക്ഷെ തുടക്കത്തിലൊക്കെ അവർ വാങ്ങിക്കെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ പൈസ മുഴുവൻ തീർന്നു, അനക്കെന്ന് വയ്യായികയാണെന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ഞാനതൊരു ചെറിയ ചിരിയോട് കൂടിയിട്ട് ഞാൻ അതിനെ കേൾക്കാൻ തുടങ്ങിയപ്പം വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പൊ ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ വരുമ്പോൾ. പക്ഷെ അതിനെല്ലാം വളരെ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പം അതൊന്നും ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെയാവും ചെയ്ത് എന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ സ്കിപ്പ് ചെയ്യാതെ നിന്ന്, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കറിയാം ഒരു ദിവസത്തെ നമ്മളൊരു ആത്മീയമായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ രാവിലെ പ്രെയർ ആണ്. എണീക്കുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ് പറയാ. അതേ പ്രാർത്ഥനയെ കൊണ്ട് ഒരു ദിവസം മുഴുവൻ എനിക്ക് ഉന്മേഷമായിട്ടൊന്നും നിൽക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് നല്ല ന്യൂട്രീഷൻ ഫുഡ് തന്നെ വേണം. ആ പ്രാർത്ഥനയെ കൊണ്ട് മാത്രം എനിക്ക് ഒരു ദിവസം ഉന്മേഷമായിട്ട് നിൽക്കാൻ പറ്റൂല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. രാവിലെ ഞാനത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിന്ന് നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ ഒരു ഫിസിക്കൽ ഹെൽത്ത് നിലനിർത്തുള്ളൂ എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അത് ഞാൻ സ്കിപ്പ് ചെയ്യാതെ നിന്ന്. അതേപോലെ ഭക്ഷണങ്ങളാണെങ്കിലും ഒരുപാട് ഞാൻ വിരുന്നൊരുക്കും. ഭർത്താവിന് ഇഷ്ടമുള്ളത്, റിലേറ്റീവ്സ് വരുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോലും ഞാൻ ഉണ്ടാക്കൂല. പ്രത്യേകിച്ചും സ്ത്രീകൾ എല്ലാ കാര്യം കൈകാര്യം ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള ഭക്ഷണത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം പിന്നെ ഞാൻ പതിയെ ഒരു ദിവസം എൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടതും ഞാൻ ചേർക്കാൻ തുടങ്ങി, അത് ഞാൻ കഴിക്കാൻ തുടങ്ങി. അത് ഒരു മടി കൂടാതെ അതിൽ മറ്റുള്ളവർക്ക് ആ എനർജി, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുന്ന എനർജി ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കുറച്ച് ചെലവാക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞാല്, പണ്ട് ഞാൻ ചെയ്തിരുന്നതൊക്കെ, ഞാനല്ലേ ചായയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അയാൾക്ക് കേൾക്കുന്നുണ്ടാകും, പ്രശ്നമില്ല, അറിയാം. ഞാനും മുഖമൊക്കെ പൊതുവേ കറുത്തിട്ടാണ്, ഞാൻ ഒന്നുകൂടെ എൻ്റെ മുഖം കറക്കും. പിന്നെ ഞാനിങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇച്ചിങ് ആണ് എനിക്ക്, ചൊറിയും ഞാനിങ്ങനെ കിടന്നിട്ട്. എത്ര ചായയാണ് മനുഷ്യങ്ങൾ ഒരു ദിവസം കുടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ ചായ കൊണ്ടേ കൊടുക്കുമ്പോൾ നീറ്റായിട്ട് നിൽക്കും. കാരണം എൻ്റെ ആൽക്കീന്റെ ഒരു സ്വഭാവ രീതി അങ്ങനെ ആയതുകൊണ്ട് വെറുതെ കിട്ടുന്നത് വാങ്ങണ്ടല്ലോ വിചാരിച്ച് മിണ്ടാതെ നന്നായി കൊണ്ടേ കൊടുക്കും. പക്ഷെ അടുക്കളയിൽ നിന്ന് ഇത്തരത്തിലുള്ള എൻ്റെ തന്നെയുള്ള എന്താ പറയാ റിലാക്സുകൾ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാപരിപാടികൾ നിർത്താൻ കഴിഞ്ഞ് ഒരു ചായ ചോദിക്കുമ്പം അത് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചായ കറക്റ്റ് സമയത്ത് കുടിക്കുന്നുണ്ട്. അത് മാത്രല്ല, എൻ്റെ ഫാമിലിയിലെ ഈ അംഗങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയമൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ക്ഷമയോട് കാത്തിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് ഫെലോഷിപ്പ് നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് സഹായങ്ങൾ ലിറ്ററേച്ചറും സ്പോൺസറും എല്ലാം ഗൈഡ് ലൈൻ തരുന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ മാറ്റങ്ങൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം തുടർച്ചയായിട്ടുള്ള ശീലങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ശീലങ്ങളിൽ നിന്നും മാറ്റി വരാൻ വളരെ പ്രയാസമാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ഈ ശീലങ്ങൾ കൂടുതലും ഉണ്ടാക്കി കൊടുത്തത്. അവരെക്കാൾ കൂടുതൽ ഞാനാണ് ഇവർക്ക് ഈ ശീലങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കാനും എനിക്ക് പറ്റി. അപ്പൊ അവിടെയൊക്കെ വളരെ സമാധാനമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ മാറി പോവാനും എൻ്റെ കാര്യത്തിൽ, എൻ്റെ ഫിസിക്കൽ ഹെൽത്തിൽ ഞാൻ
കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും തുടങ്ങുമ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിലും വളരെ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിത്തുടങ്ങി. അതേപോലെ അവിടെ നമ്മളെ രണ്ടാമത്തെ കാര്യത്തിൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, കാരണം നമ്മൾക്ക് എവിടേക്കാണ് ഈ ഒരു എഫക്ഷൻ വരുന്നത് ആ ഭാഗങ്ങളിലേക്കൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാനസികവും വൈകാരികവുമായിട്ടുള്ള അല്ലെങ്കിൽ വികാരത്തോട് ആ ഒരു ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കാരണം മെന്റൽ എന്ന് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്തും ശരിക്കും അതെല്ലാം എന്താന്ന് പറഞ്ഞാല് എന്റെ ഫീലിങ്സ് എല്ലാം വാലിഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം അതെല്ലാം എന്താ പറഞ്ഞ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയാതെ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഞാൻ പൊട്ടി കരയും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോഴത്തേനും ചിരിച്ചിട്ട് എനിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥ. ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു ഇൻസാനിറ്റി ആയിട്ട് കുറച്ച് ബന്ധമുണ്ടോ എന്ന് ചില സമയത്ത് തോന്നിപ്പോകലുണ്ട്. അതായത് ഭ്രാന്തുമായിട്ട് കുറച്ച് ബന്ധമുണ്ടോ എന്നുള്ളത് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു വികാരങ്ങളെ പ്രകടിപ്പിക്കുക. എന്നുവെച്ചാൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വികാരങ്ങളുടെ ഒരു പ്രവാഹം തന്നെ അങ്ങോട്ട് വരും. അതിനെ തടഞ്ഞു നിർത്താനോ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ പറ്റാതെയായി പോകുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആൽക്കഹോളിസം ബാധിച്ച വ്യക്തിനെ മാത്രമല്ല മറ്റുള്ള അംഗങ്ങളിലേക്ക് കൂടെ എന്റെ ഈ വികാര പ്രകടനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു ന്യൂറോട്ടിക് ആണ് എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ആ ഒരു ഫീലിങ്സിനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫീലിങ്സിനെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്, എന്നെ കേൾക്കാനും എനിക്ക് സപ്പോർട്ടും എൻകറേജും തരുന്ന ആ ഒരു മീറ്റിംഗ്സിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എൻ്റെ ഷെയറിങ്സിലൂടെ എൻ്റെ വികാരങ്ങളുടെ ഒരു ഷെയറിങ്സിലൂടെ ഒരുവിധം കാര്യങ്ങളെ ഞാൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. വികാരങ്ങൾ എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ല. ഒരു വികാരവും ഇല്ലാത്ത ഒരു മനുഷ്യന് ഒന്നിനും പറ്റില്ല. വികാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് എനിക്ക് അൺലിമിറ്റഡ് ആയി പോയി എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് ഒരു സ്പോൺസർ സഹായത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ പറയാനും അതുപോലെ കേൾക്കാൻ ആ സ്പോൺസർക്ക് അത് കേൾക്കാനുള്ള ആ ഒരു പേഷ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ വികാരങ്ങളെ പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ സ്പോൺസർ എടുത്ത് തുറന്നു പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വികാരങ്ങളുടെ ആ ഒരു രീതി കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റെപ്സിലേക്ക് പോയപ്പോഴാണ് ഈ കാര്യത്തിന് ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. കാരണം രണ്ടാമത്തെ പടി ഞങ്ങളെ വീണ്ടും സുബോധമായി അത് ഈ ഒരു മാനസികവും വികാരവുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരു പടിയാണ് രണ്ടാമത്തെ പടി. ഞങ്ങളെ വീണ്ടും സുബോധവാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി. അപ്പൊ ഒരു ഹയർ പവറുമായിട്ടുള്ള കോണ്ടാക്ട്, അത് ശരിക്കും ഫെലോഷിപ്പ് തരുന്ന ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു കോൺഷ്യസ് കോണ്ടാക്ട്. കാരണം ദൈവമായിട്ടുള്ള ബന്ധം എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് കേൾക്കണതേ ഇഷ്ടമല്ല ദൈവം എന്ന് പറയുന്നത് എല്ലനോളിലേക്ക് വന്ന സമയത്ത്. കാരണം തികഞ്ഞ ദൈവവിശ്വാസിയായിട്ടാണ് ഞാൻ വളർന്നത്. തികഞ്ഞ ദൈവവിശ്വാസമുള്ള വീട്ടിലാണ് ഞാൻ ജീവിച്ചതും ചിട്ടകളോട് തന്നെയാണ് ജീവിച്ചതെങ്കിലും ആൽക്കഹോളിസം ക്രഷ് ഔട്ട് ചെയ്ത എന്നെ സംബന്ധിച്ചോളം ദൈവം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം ഈ ദൈവമാണ് ഈ ദുരിതം മുഴുവൻ ഉണ്ടാക്കി തന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ഹയർ പവർ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടുള്ള ആ ഒരു എന്താ പറയാ ശരിക്കും നന്നായിട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. ആ ഹയർ പവറായിട്ടുള്ള കോണ്ടാക്റ്റും ആ ഹയർ പവറിന്റെ ഓരോ ജീവിതത്തിൽ വരുന്ന ഓരോ ഇൻസിഡൻസിനെയും നോക്കുമ്പം ഹയർ പവറിലേക്കുള്ള ട്രസ്റ്റഡ് വളരെ വലുതായിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ആ ഹയർ പവറിന് എൻ്റെ സുബോധാവസ്ഥ എന്നുള്ളത് എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴും ഈ ഒരു വികാരത്തിന്റെ തള്ളിച്ച അവിടെ മാറ്റിവെച്ച് ശരിയായ വികാരങ്ങളിൽ കൂടെ ജീവിക്കാൻ ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ മെന്റൽ സ്ട്രെങ്ത് എന്ന് മുൻപേ പറഞ്ഞ പോലെ എനിക്കൊരു കാര്യം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പിന്നീട് ഞാൻ അത് അനലൈസ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഞാനത് പറഞ്ഞത് ശരിയാണോ, പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഒന്നിനും നേരിടാനുള്ള ഒരു ശക്തിയില്ല. എപ്പോഴേക്കും ഞാൻ മാനസികമായി തളരാൻ തുടങ്ങും, എൻ്റെ ചിന്തകളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകും. ഇവിടെയെല്ലാം ശരിക്കും ആ ഹയർ പവർ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോയപ്പോൾ മെന്റൽ സ്ട്രെങ്ത് എനിക്ക് വീണ്ടും കിട്ടി എന്നുള്ളതാണ്. കാരണം ആൽക്കി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് എല്ലാ സമയത്തും എപ്പോഴും എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ സമയവും എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എനിക്കൊരു സ്ട്രെങ്ത് വേണം എന്നുള്ള സമയത്ത് ആസ് എ പാർട്ട്ണർ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഏത് സമയത്തും നമുക്ക് അവൈലബിൾ അല്ല എല്ലാവരും എന്നുള്ള തിരിച്ചറിവ് അല്ല നോളിൽ കിട്ടി. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ മരണം വരെ നമ്മളെ കൂടെ ഉള്ള ഒരു നിലയ്ക്കും നമ്മളെ തള്ളാതെ പുറത്താക്കാതെ നമ്മളോടൊപ്പം ആസ് എ കമ്പാനിയൻ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തി
ശക്തിയാണ് ഹയർ പവർ എന്നുള്ള. ആ ശക്തിയായിട്ടുള്ള ബന്ധം എൻ്റെ നിശ്ചയവും ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ തുടങ്ങിയപ്പം ശരിക്കും എനിക്ക് ആ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും വന്നു. അതായത് ദൈവവുമായിട്ടുള്ള ഒരു കോൺഷ്യസ് കോണ്ടാക്ട് എന്ന് പറയുന്ന ആ ഒരു ബന്ധം, ഡേ ടു ഡേ ആ ഒരു ബന്ധം എപ്പോഴും എനി ടൈം നമ്മളൊരു കമ്പാനിയൻ എന്ന് പറയാം, യാത്രികർ എന്ന് പറയാം, ആ രീതിയിൽ പോവാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ധൈര്യം എന്ന് പറയുന്നത്, എലനോളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ധൈര്യമില്ല ചേച്ചി, അത് മാറ്റാൻ എനിക്ക് ആ കാര്യം വരുമ്പോൾ എനിക്ക് ധൈര്യമില്ല. ഞാൻ എൻ്റെ സ്പോൺസറോട് ചോദിച്ചിട്ടുണ്ട്, അത് അങ്ങനെ ഒരു മാറ്റം എനിക്ക് വരുമോ, എനിക്ക് ആ ഒരു ധൈര്യം കിട്ടുന്നില്ല എന്ന്. അവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ധൈര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്നു. കാരണം സത്യസന്ധത, ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടാണ് എലനോൺ നമുക്ക് പറഞ്ഞിരുന്നത്. അവിടെ ആ ഹോണസ്റ്റി വരുമ്പോൾ നമ്മൾ ഒന്നിനെയും പേടിക്കാതെ, എന്നാൽ നമ്മളിൽ വിനയവും സൗമ്യവും അത് പാലിച്ചുകൊണ്ട് പോകുമ്പോഴും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെയും മറ്റൊരാളെ കുറ്റപ്പെടുത്താതെയും അവഹേളിക്കാതെയും മുറിപ്പെടുത്താതെയും മുന്നോട്ട് പോകാൻ ഫെലോ മെമ്പേഴ്സ്, എലനോണിലുള്ള ഫെലോ മെമ്പേഴ്സിന്റെ ഒരുപാട് ഷെയറിങ്സ്, നമ്മളെ ഒരുപാട് എൻകറേജ് ചെയ്യണ ഷെയറിങ്സ് ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. അങ്ങനെ ആ രീതിയിലൂടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഹെൽത്ത് നമ്മൾ വീണ്ടെടുത്ത് വരികയാണ്. പഴയ കാര്യങ്ങളെയൊക്കെ നമ്മൾ മായ്ക്കാനും പുതിയ ഒരു ജീവിതത്തിലേക്ക് തുടങ്ങാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പിരിച്വൽ ഹെൽത്തിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പാണ് ഒരു ആത്മീയമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് വീണ്ടെടുക്കുന്ന ഒരു മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ആ സെൽഫ് കെയർ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശ്രദ്ധ കൂടെ, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് കൂടെ നമുക്ക് വേണം. അതായത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും, അതേപോലെ നമ്മുടെ മെഡിറ്റേഷൻ ബുക്ക് ഇഷ്ടം പോലെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എലനോൺ. നമ്മുടെ മെഡിറ്റേഷൻ ബുക്സ് ആണ് നമ്മുടെ ഒഡാപ്റ്റ്സ് 3 ബുക്ക് എലനോണിൽ പറയുന്നത്, വൺ ഡേ അറ്റ് എ ടൈം, അതുപോലെ കറേജ് ടു ചേഞ്ച്, അതുപോലെ ഹോപ്പ് ഫോർ ടുഡേ. ഇങ്ങനെയുള്ള ഡെയിലി വായിക്കേണ്ട ബുക്കുകളാണ്. അതിനു വേണ്ടി ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ ഹെൽത്ത് കൂടെ ഹരിദാസേട്ട എക്കോ കണ്ടിന്യൂ ചെയ്യട്ടെ, ഇപ്പോഴും വരുന്നുണ്ട്. ഇന്റത് അത് ഞാനാണ്. എന്താ ഭയങ്കര ബാബു എന്ന് പറഞ്ഞ ആള് ഓണാണ്. കുഴപ്പമില്ല, പറയുന്ന എന്തായാലും നമ്മളൊരു സ്പിരിച്വൽ ിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ട് നിൽക്കും. കാരണം എനിക്ക് സമയമില്ല, മറ്റുള്ളവർ മക്കൾക്ക് സ്കൂളിൽ പോകണം, എന്റെ ജോലി എന്ന് പറയുന്നത് അത്തരത്തിലാണ്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു കാര്യത്തിന് കിട്ടുള്ളൂ. ആവശ്യം നമ്മളതാണെങ്കിൽ അത് നേടാനുള്ള വഴി നമ്മൾ തന്നെ എടുക്കണം. മറ്റാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരൂല. നമ്മൾ സ്വയം നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങളെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റിക്കവറി, അതായത് നമ്മളെ വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് എലനോൺ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തത് നമ്മുടെ പ്രയോറിറ്റീസും ലിമിറ്റേഷൻസും, നമ്മൾ മുൻഗണന, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു വരണം. അതുപോലെ തന്നെ അത് ആദ്യത്തെ കാര്യം എന്തിനാണോ നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് ആ കാര്യങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കൾ എപ്പോഴും പറയും HALT എന്ന്, HALT എന്ന് പറയുന്ന ഒരു വാക്ക്. ഹംഗ്രി, ആംഗ്രി, ലോൺലി, ടി എന്ന് പറയുന്നത് ടയേർഡ്, അതായത് നമ്മുടെ വിശപ്പ്, ദേഷ്യം, ഒറ്റപ്പെടല്, ക്ഷീണിക്കുക. ഈ ഒരു 4 കാര്യങ്ങളെ നമ്മൾ
എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഇതിലേക്ക് നമ്മൾ എത്താതെ. കാരണം നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അവിടെ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും പലപ്പോഴും റാഷായി പോകും നമ്മൾ ഈ അവസ്ഥയിലേക്ക് പോകുമ്പം. അതുകൊണ്ട് തന്നെ നമ്മൾക്കും സുഹൃത്തുക്കൾ പറയുന്ന പോലെ തന്നെ ഇത് നമ്മൾക്കും ബാധകമാണ്. നമ്മളുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് പെരുമാറണമെങ്കിലും ഏറ്റവും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിലും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യം നമ്മളെല്ലാം ഒന്ന് പഠിക്കാണ്. നമുക്ക് ഏറ്റവും സ്നേഹം, നമ്മളെ പലപ്പോഴും പറയും, കുട്ടികളോട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാ, നിങ്ങളെ കരുതിയിട്ടാണ് ഞാൻ ഈ ദുഷിച്ച ജീവിതത്തിലൂടെ പോയത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര സഫർ ചെയ്തത്, ഞാൻ ഇത്ര സഹിച്ചത്. പക്ഷെ അവിടെയൊന്നും ഞാൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലനോളിൽ നമ്മൾ അവിടെയും ചേഞ്ച് ചെയ്യാണ് നമ്മളെ മനോഭാവം. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കാന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുമ്പം അത് നമ്മൾക്കും കൂടി വേണ്ടി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, നമ്മളെല്ലാം നല്ല ഡോക്ടറെ കാണിക്കുക, നല്ല മെഡിസിൻ എടുക്കുക, നല്ല റെസ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മളുടെ ആൽക്കഹോളിസം ബാധിച്ച ആളുകളെ അസ്വസ്ഥതപ്പെടുത്താതെക്കോ അല്ലെങ്കിൽ നമ്മുടെ കെയറിങ്ങും കൂടി ബേർഡൻ ആയിട്ട് അവരുടെ അടുത്ത് കൊടുക്കാതിരിക്കുകയോ നമ്മൾ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിലേക്ക് വരും. കാരണം പല ക്രൈസിസിനെയും നമ്മൾ നേരിടേണ്ടി വരും. എൻ്റെ ലൈഫിൽ എൻ്റെ മകന്റെ ആൽക്കഹോളിസം എന്ന് പറയുന്നത്, ചിലർ ചോദിക്കും, അത് നിങ്ങൾ ഭർത്താവൊക്കെ കുടി നിർത്തിയതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നെവർ ട്ടോ, അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ എന്റെ ആൽക്കി മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്തും ഞാൻ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഡിസീസിനെ നേരിട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അന്ന് ഇതേ രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൂൾസ് വേണം. നമ്മുടെ ഒരു ടൂൾസ് കിറ്റും സ്പോൺസറും ദൈവവും എല്ലാം വേണം, എങ്കിലേ നമുക്ക് ഇതിന്ന് കരകയറാൻ കഴിയുള്ളൂ. മാത്രമല്ല ഒരു എഫേർട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളിൽ നിന്ന് തന്നെ വേണം. അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങേണ്ട ഒരു സമയം, രാത്രി ഉറക്കം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ശീലാക്കിയെടുക്കണം. ഒരു 10 മണി മുതൽ. പലപ്പോഴും ആൽക്കഹോളിക്കിനെ നമ്മൾ നോക്കിയിരിക്കുമ്പം എനിക്കറിയാം, എൻ്റെ ആൽക്കി പലപ്പോഴും ഉറങ്ങാൻ 3 മണിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 12 മണിയാകും. ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്തായാലും അദ്ദേഹം ഉറങ്ങില്ല. ആദ്യം മുതലേ ഉറങ്ങില്ല. ഈ 25 വർഷമായിട്ട് അദ്ദേഹം ഉറങ്ങില്ല. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഉറക്കം അവരുറങ്ങണ വരെ ഞാൻ കാത്തിരിക്കും. ഇത് സ്നേഹമല്ല, ദിസ് ഈസ് നോട്ട് ലവ്. ഇത് ഒരിക്കലും സ്നേഹമല്ല. എന്നിട്ട് നമ്മൾ രാവിലെ എന്ത് ചെയ്യും? അയാളെ കുറ്റപ്പെടുത്തും. ഇതാണോ സ്നേഹം? നമ്മൾ സ്നേഹിക്കുന്ന ആളെ കുറ്റപ്പെടുത്തുക, അയാളെ പ്രവൃത്തിനെ കൊണ്ട് കുറ്റപ്പെടുത്തുന്നത് സ്നേഹമാണെന്ന് ഒരിക്കലും എലനോൺ പറയുന്നില്ല. അവരെ രീതിയിലേക്ക് വിടുക, അവരെ അറ്റൻഡ് ചെയ്യട്ടെ, അവരെ മാനസികാവസ്ഥനെ അവര് മെയിൻറ്റെയിൻ ചെയ്യട്ടെ. എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരു രോഗത്തിൽ നിന്നാണ് അവര് സ്ട്രഗിൾ ചെയ്യണത്. എന്തിനാണ് നമ്മൾ പോയിട്ട് ഭർത്താവ് മകന് എന്നുള്ള സ്നേഹം കൊണ്ട് അവരെ വലയ്ക്കുന്നത്? അല്ലെങ്കിൽ അച്ഛനല്ലേ? ആ സ്നേഹത്തെ ഏറ്റവും നല്ല രീതിയിൽ, ആരോഗ്യപരമായ രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാലോ. പിന്നെ എന്തിനാണ്? അപ്പൊ അവർക്ക് അതിനുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത ഒരു ഭാഗത്തേക്ക് ഞാൻ അവിടെ കിടക്കും. കാരണം ആൽക്കിന്റെ അടുത്ത് കിടക്കാതെ എനിക്ക് ഓർക്കാൻ വരില്ല, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാതെ, അദ്ദേഹം എന്നെയും ബുദ്ധിമുട്ടിക്കാറില്ല. സൗണ്ട് കുറച്ച്, ഇയർഫോൺ വെക്കാൻ അവർക്ക് പറ്റില്ല, അവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യം കൊണ്ട്. എന്നാലും സൗണ്ട് കുറച്ച്, എന്നെ ബുദ്ധിമുട്ടിക്കാതെ എനിക്കും കൂടെ സ്പേസ് അദ്ദേഹം തരുന്നുണ്ട്. ഞാനായിട്ട് എന്തിനാണ് അതിന് ആ ബഹുമാനം ഇല്ലാതെയാക്കേണ്ട കാര്യം? അപ്പൊ ഇത്തരത്തില് ഓരോ കാര്യത്തിന് നമ്മൾ വളരെ ഒരു എന്താ പറയാ, നേരത്തെ അശോകേട്ടൻ പറഞ്ഞ പോലെ നമ്മള് ഒരു പ്രശ്നം വരുമ്പോൾ അല്ല ചിന്തിക്കുക, നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്താക്കുക, വൺ ബൈ ആയിട്ട് നമുക്ക് തരണം ചെയ്യാം. ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും നമുക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോഴും ശരിക്കും നമുക്ക് ഉത്സാഹം വരിക ചെയ്യാം. ഈ ഇമ്പ്രൂവ്മെന്റ് നന്നായിട്ടുണ്ടല്ലോ, ഈ ഇമ്പ്രൂവ്മെന്റ്. പ്രത്യേകിച്ച് നമുക്കൊരു സ്പോൺസർ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഇമ്പ്രൂവ്മെന്റ് ഒന്നുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാനും കൂടെ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ജീവിതത്തിനെ വളരെ എൻജോയ് ആയിട്ട് നമ്മളെ മാറ്റങ്ങൾ, നല്ലൊരു വ്യക്തിത്വത്തിലേക്കുള്ള മാറ്റങ്ങളെ ശരിക്കും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ചിന്തിച്ചു നോക്കുമ്പോൾ. ശരിക്കും നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, കാരണം ഭർത്താവുമായിട്ട് ടൂർ പോവാ, സിനിമയ്ക്ക് പോവാ, ഇങ്ങനെയൊക്കെ നമ്മൾ എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എൻജോയ്മെന്റ് കൺസെപ്റ്റ്സ് വേറെയായിരുന്നു. പക്ഷെ ആ ഒരു എൻജോയ്മെന്റിന് നമ്മൾ മാറണ ഒരു എൻജോയ്മെന്റ്, വളരെ ശാന്തത എന്ന് പറയുന്നത്, ആ ഒരു എൻജോയ്മെന്റിലേക്ക് നമ്മൾ മാറി ജീവിക്കാൻ നമുക്ക് പറ്റും. ഇതെല്ലാം നമുക്ക് നടപ്പിലും വരും. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഈ ഒരു കുടുംബജീവിതം ഉണ്ടല്ലോ, നമ്മൾ കൊടുത്തും
കൊണ്ടും സ്നേഹിച്ചും ആ ഒരു കുടുംബ ജീവിതത്തിന് സുഖമായിട്ട് കയ്യിലേക്ക് വരാൻ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിന് എലനോൺ പറയുന്ന കുറെ വേസ് ഉണ്ട്. അതുപോലെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം ബിൽഡിംഗ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. കാരണം ആത്മാഭിമാനം, ഈ ആത്മാഭിമാനം ശരിക്കും നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. സമയം എടുക്കുമോന്ന് അറിയില്ല, എന്തായാലും ഈ വിഷയം കുറച്ചൊന്ന് കൂടുതലുണ്ട്, അതൊരു ബുദ്ധിമുട്ടാണ്. 30 മിനിറ്റ് ആണ് എനിക്ക് ഇഷ്ടമുള്ള സമയം, പക്ഷെ എന്നാലും ഞാൻ ഇത് ഫുള്ളായിട്ട് ഒന്ന് തീർക്കണം. അപ്പം ബിൽഡിംഗ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ലിറ്ററേച്ചറിൽ കേട്ടിട്ടുണ്ട് നമ്മളൊരു ഡോർമാറ്റ് ആയിട്ട് കടന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈ ഡോർമാറ്റ് ആൽക്കഹോളിക്കിന്റെ അടുത്ത് മാത്രമല്ല, റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന്, ഈവൺ എലനോണിൽ വരെ. കാരണം നമ്മളോട് വേറൊരാള് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് കേട്ടോണ്ട് ഓടും. എന്തെങ്കിലും ഒരു എന്താ പറയാ, നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കൊരു സെൽഫ് ഡിസിഷൻ എടുക്കാൻ പറ്റൂല. നമ്മൾ എന്താക്കും, വേഗം നമുക്ക് ഇഷ്ടപ്പെട്ടല്ല ആളെയാണ് നമ്മൾ നോക്കുക, എന്നിട്ട് അവിടെ ഒട്ടി നിൽക്കും. പക്ഷെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ബിൽഡപ്പ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. ഞാൻ നോ പറയേണ്ടടുത്ത് എന്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും എനിക്ക് പറ്റുന്നുണ്ട്. വലിയൊരു നമ്മളെ ഉയർത്തിക്കൊണ്ടിരുന്നതിൽ വലിയൊരു കാര്യമാണ് നമ്മളെ ആത്മാഭിമാനം എന്നുള്ളത്. ഈ ആത്മാഭിമാനം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട ആൾക്കാരെ കൂടി. കാരണം രാവിലെ നീ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, അടുത്തുള്ളവർ കേട്ടോ ഇന്നലത്തെ തെറിവിളികള്, പിന്നെ ഒരു പരിഹസിക്കൂലേ, ഞാനൊരു നല്ല സാരിയും നല്ല ആക്സസറീസും ഒക്കെ ഇട്ട് പോകുമ്പോ ഓരിങ്ങനെ ഉള്ളിൽ ചിന്തിക്കൂലോ, ഇന്നലെ ഇപ്പൊ കുടിച്ച അവിടെ കുത്തി മറിഞ്ഞിട്ട് ഇവള് ഇപ്പൊ എന്ത് കാണിക്കാനാ നടക്കുക. നമ്മളെ തന്നെ അഭിമാനബോധം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവര് നമ്മളെ അഭിമാനത്തെ ഒരുപാട് ഇൻസൾട്ടിങ് നടത്തിയതിന്റെ പുറമെ നമ്മൾ തന്നെ നമ്മളെ അഭിമാനത്തിന് താഴ്ത്തി കെട്ടും. അപ്പം അവിടെ നിന്നെല്ലാം അത് ശരിക്കും നമ്മളെ ഒരു എലനോൺ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഷെയറിങ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക് സംസാരിക്കുമ്പം ഭയങ്കരമായിട്ട് അവരെ നമ്മളെ ഉത്സാഹപ്പെടുത്താറുണ്ട്. നന്നായിട്ടുണ്ട് മിനി, നന്നായിട്ടുണ്ട്, ഇത്ര ഭംഗിയായിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ. ശരിക്കും എന്റെ അഭിമാന ബോധത്തെ ഹലോ, ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ വരും, ചിലപ്പോ ഫോൺ വന്നതോ. ഫോൺ വന്നോ? ഹലോ മിനി, ഹലോ. ഫോണ് വന്നിട്ടുണ്ടാകാം. ഒരു മിനിറ്റ് കാത്തു നോക്കാം. ചിലപ്പോൾ റേഞ്ച് ഔട്ട് ആയത് അവർ അറിയാതിരിക്കാനും സാധ്യതയുണ്ട്. റേഞ്ച് ഔട്ട് ആവാനാണ് സാധ്യത. അല്ല, അതിന് ബദൽ സംവിധാനം ഉണ്ട്, അതല്ല പ്രശ്നം. കേൾക്കുന്നില്ലല്ലോ അല്ലെ, റേഞ്ച് പോയതാവാനാ സാധ്യത. നല്ലൊരു ഷെയറിങ് ആണ്, അതില് പോയി. ഹലോ ഹലോ, എന്റെ ഫോണിൽ എന്തോ ഒരു പ്രശ്നം വന്നതാണ്. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് മിനി, ഇപ്പൊ കേൾക്കുന്നുണ്ട്. എവിടെയാ കണക്ഷൻ വിട്ടതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഫിസിക്കൽ അബ്യൂസ്മെന്റ് എന്നുള്ളത് വരെ കേട്ടോ. ഹലോ, ഹലോ, ആ ഫിസിക്കൽ അബ്യൂസ്മെന്റ് വരെ കേട്ടിട്ടുണ്ടോ? ഞാൻ അവിടുന്ന് അങ്ങോട്ട് പറയാൻ വിചാരിക്കണേ. ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെൽഫ് എസ്റ്റീം ബിൽഡപ്പ് ചെയ്യാൻ. ആത്മാഭിമാനം. അപ്പൊ ആത്മാഭിമാനം ആത്മവിശ്വാസവും തീർച്ചയായിട്ടും എന്ത് വേണം, അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, സൗമ്യതയും വിനയവും തന്നെയാണ്. കാരണം കൂടെ ജീവിക്കുന്ന പാർട്ട്നേഴ്സ് ആൽക്കഹോളിസം ബാധിച്ചവരാണ്.
ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട രീതി, ബാലൻസിങ്, അത് സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്. നമ്മൾ ലൈഫിനെ ബാലൻസിങ് ചെയ്യുക, സ്ഥിരതപ്പെടുത്തുക, ഈ രീതിയിലൂടെ നമ്മൾ പോകുമ്പം നമ്മുടെ ആ ഒരു സൗമ്യത, അല്ലെങ്കിൽ ആ നമ്മൾ സൗമ്യമായിട്ട് പ്രവർത്തിക്കാനും സൗമ്യമായിട്ട് പറയാനും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യത്തിന് നമ്മൾ നേടുമ്പോഴും അല്ലനാളിൽ നമ്മളോട് ഹ്യൂമിലിറ്റി പറയുന്നു, വിനയം പറയുന്നുണ്ട്, ദയ പറയുന്നുണ്ട്. ഇതില്ലാതെ നമുക്കൊരു വളർച്ച ഇല്ല. ആ ഒരു അഹംഭാവം വന്നാൽ പിന്നെ അവിടെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ ശരിക്കും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മുടെ ഹയർ പവറിന്റെ ഗൈഡ് ലൈനും സ്പോൺസർ ഗൈഡ് ലൈനും ആവശ്യമാണെന്ന് പറയുന്നത്. ഒറ്റയ്ക്കൊന്നും ഒന്നും നേടിയെടുക്കാൻ പറ്റൂല. നമുക്ക് ഈ കൂട്ടായ്മന്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെയാണ് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ നേട്ടങ്ങൾ എന്റേത് മാത്രമല്ല, മറ്റുള്ള പലരുടെയും ദയയും സ്നേഹത്തോടും കൂടി കിട്ടുന്നതാണെന്നുള്ളത് റിമൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ അടുത്തത് കോപ്പിംഗ് ഫിസിക്കൽ അബ്യൂസ്. നമ്മൾ ശാരീരികമായ പീഡനമായിട്ട് എങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകും? കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മദ്യം നിർത്തിയ ആൾക്കാരെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെല്ലാം ഇതിൽ മദ്യപിക്കുന്ന ആളുകൾക്കും കൂടെ ഇതിലൂടെ ജീവിച്ചു പോവാൻ തന്നെയാണ്. ശാരീരികമായ പീഡനം എന്ന് പറയുന്നതിന്റെ അദ്ദേഹത്തിന്റെ സോബർട്ടി ലൈഫിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അനിയന്ത്രിതമായ ദേഷ്യത്തിനെ സഹിക്കാൻ കഴിയാത്ത മുതുകത്തിട്ടിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ചെവിടിന്റെ ബാലൻസിങ് ഇല്ല, ചെവിട് പൊട്ടി പോയിട്ടുണ്ട് അടിക്കിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാത്രം കുറ്റല്ല, തിരിച്ചിന്റെ നാവിന്റെ പ്രശ്നം കൂടിയാണ്. എന്തായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ലോണം. അത് സോബർട്ടി ലൈഫിലാണ്, മദ്യത്തില് കുഴഞ്ഞ ലൈഫിലൊന്നല്ല. കാരണം മദ്യത്തിൽ കുഴഞ്ഞ സമയത്ത് അടിക്കാൻ വരുമ്പോ ഏകദേശം എനിക്കറിയാം അയാൾ അടിക്കാനാണ് എണീക്കണെന്നില്ല. പക്ഷെ മദ്യം നിർത്തിയപ്പോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. എപ്പോഴാ വരികയെന്ന് ഒരു ഐഡിയയും കിട്ടൂല. കിട്ടുമ്പോഴാണ് അറിയാം കിട്ടിയെന്നല്ലേ. അപ്പൊ കുറെ ശരിക്കും നല്ല പകയും ദേഷ്യവും ഒക്കെ വന്നൊരു സമയം ബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ പക്ഷെ അതെല്ലാം വളരെയധികം മാറി മനസ്സിനെ മാറ്റിക്കൊണ്ടുവരാൻ ഈ പ്രോഗ്രാമിന് കഴിയുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പം അതേപോലെ ഫിസിക്കൽ അബ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല എന്ന് അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സോബർ, ഞാൻ നേരത്തെ പറഞ്ഞ ഷെയറിംഗ് എന്ന് പറഞ്ഞാല് സഹിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചൊറിയാൻ നിന്നിട്ട് കിട്ടിയതാണ്, ഓടി വന്ന് എന്നെ അടിച്ചിട്ടില്ല. ചൊറിയാൻ പോകാതെ കണ്ടത് എന്റെ അടുത്തുള്ള കുറ്റാണെന്നുള്ള എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അല്ലാത്ത അബ്യൂസ്മെന്റ്സ് പലതും ഉണ്ടാവും. കാരണം ആൽക്കഹോളിസം കേസിലാണെങ്കിൽ അവർക്ക് ഒരിക്കലും അറിയില്ല അവരെങ്ങനെയാണ് പെരുമാറാന്നുള്ള. ആ സമയത്ത് നമ്മളത് വാങ്ങാൻ പോവാതെ നിൽക്കുക. നമ്മളെയും കുട്ടികളെയും കെയറിങ് അലനോൺ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്. അലറ്റീൻ്റെ കെയറിങ് എന്ന് പറയുന്നത് അലനോണിന്റെ അടുത്ത് തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും ഭാരമായിട്ട് കാണരുത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണണം ആ കെയറിങ്. പലപ്പോഴും നമ്മൾ ഭാരമായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് തനിയെ വിട്ടു പോകാനോ അല്ലെങ്കിൽ ഒരു വിവാഹ മോചനത്തിലേക്കോ കുട്ടികൾ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. അവിടെ ഒരിക്കലും ബേർഡൻ ആയിട്ട് മക്കളെ കാണരുത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക, ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ എലനോൺ എന്ന് പറയുന്നത്, എലറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരെ കെയർ ചെയ്യാനും ഈ ഒരു മദ്യാസക്തി എന്ന് പറയുന്നതിന്റെ കോൺസിക്വൻസ് അവരിലേക്ക് എത്താതെ നിൽക്കാനും ശരിക്കും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അതിനും എന്ത് വേണം, നമ്മളെ തിരിച്ചറിയാനും സ്നേഹിക്കാനും കെയർ ചെയ്യാനും പഠിക്കുമ്പോഴേ നമുക്ക് എന്ത് വരുന്നു, നമുക്ക് ഇവരെ ശ്രദ്ധിക്കാനും കെയർ ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ അങ്ങനെ ഒരു അബ്യൂസ്മെന്റ് ഉണ്ടാകുമ്പോൾ ഒരു ഫ്രണ്ടിന്റെ ഷെഡ്യൂളോ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിന്റെ വീടോ എവിടെയാണോ നമുക്കൊരു ഷെൽട്ടർ, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നെ വെക്കണം. കാരണം നമ്മുടെ ആൾക്കൊരു വയലന്റ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും നല്ലത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പോലീസിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് ഞാൻ നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്, ഈ വയലൻസ് എന്ന് പറയുന്നത്. കാരണം മകന്റെ കുടി ഒരുപാട് പ്രശ്നങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. അവന് ഞങ്ങളുടെ ഷോപ്പും അതുപോലെ വടി എടുത്തിട്ട് കൊല്ലാൻ വരിക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ എലനോൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലീഗൽ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് തേടണം. നമ്മൾ അടിയും കൊണ്ടിട്ട് സഹിക്കേണ്ട ഒരു പരിപാടിയല്ല എലനോൺ എന്നുള്ളത്. നമ്മൾ സഹിച്ച് മറ്റുള്ളവരെ ഇതെല്ലാം പറ്റും ചെയ്യും. ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി എന്ന് പറയുന്നത്
വീണ്ടെടുക്കൽ എന്നുള്ള ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യാം. നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടലുകളും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും ഒന്നിനും നമുക്ക് ടൈം കിട്ടൂല. കാരണം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് വേണ്ടി എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒന്ന് നടക്കാൻ പോകാന്, ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാന്, രാത്രി കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാന്, സ്റ്റെപ്പ് ചെയ്യാൻ, നമ്മൾക്ക് തന്നെ പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ സമയം മറ്റുള്ളവരെ വളരെ നല്ല ഭംഗിയിൽ ജീവിക്കാൻ നമുക്ക് വിടുകയും ചെയ്യാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഞാനൊന്ന് കവറപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ സമയം എന്നെ കേട്ടതിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഹരിദാസേട്ടാ ഈ ഒരു അവസരം തന്നതിന് നന്ദി. താങ്ക് യു മിനി ചേച്ചി, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിനു മുമ്പേ ചേച്ചിയോട് ചോദിക്കാനായിട്ട് അലനോൺസിനാണ് കൂടുതൽ ചോദിക്കാൻ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. നമുക്ക് അധികം സമയമില്ല, 5-10 മിനിറ്റ് 15 മിനിറ്റോടെ എടുക്കാം. 12:30 ഗോപാൻ സാറ് ജോയിൻ ചെയ്യും. നല്ല ഒരു സബ്ജക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ. അത് തീർച്ചയായിട്ടും അലനോൺസിനാണ് ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെടുക തോന്നുന്നു. കാരണം കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ പെട്ട് നിൽക്കുന്നത് ഒരു വലിയ കാരണം കൊണ്ട് എല്ലാവരും അലനോണും ഏക്കാരും ഒക്കെയും ഇപ്പൊ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾ മാത്രമായിരുന്നു എന്ന് പറയാം. എന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം പഠിപ്പിക്കലൊക്കെ വൈഫിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അവരുടെ കാര്യം നോക്കല്. എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അത് കേൾക്കാനും കൂടിയിട്ട് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ്. അത് ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയങ്ങൾ ചേച്ചിയോട് ഇപ്പൊ സംസാരിച്ചതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒത്തിരി നോൺ ആൽക്കഹോളിക് അലനോൺ മെമ്പർമാർക്ക് മീറ്റിംഗ് ലിങ്കിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ട്. എവിടെയൊക്കെ മീറ്റിംഗ് നടക്കുന്നു, കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ദിക്കിലൊക്കെ നല്ല രീതിയിൽ 50-60 ആൾക്കാരൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതും കൂടി ചോദിച്ചോളൂ ചേച്ചിയുടെ അടുത്ത്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ, ആർക്കെങ്കിലും സ്പോൺസർ വേണമെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്നാവണം മാത്രം പ്ലീസ്. എനിക്കൊരു സ്പോൺസർ വാങ്ങുന്നുണ്ട്. നമ്പർ ഇങ്ങോട്ട് തരിക, അല്ലെങ്കിൽ എന്റെ നമ്പർ ഇട്ടാണ്ട് ചെയ്യാം. ചാറ്റ് ബോക്സിൽ ഞാൻ മിനി ചേച്ചിയുടെ നമ്പർ ഇടാം. നിങ്ങൾ മിനി ചേച്ചിയുടെ നമ്പർ ഒന്ന് എടുത്തോളൂ. മിനി ചേച്ചി സംസാരിച്ചാൽ അതിന് വേണ്ട കാര്യങ്ങള് മിനി ചേച്ചി ചെയ്തു തരും. നമ്പർ എടുക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്പർ എടുക്കാൻ എനിക്ക് അറിയില്ലെന്ന് പറയാന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ നമ്പർ അങ്ങോട്ട് പറയട്ടെ. ചേച്ചിയുടെ നമ്പർ മിനി ചേച്ചിയുടെ നമ്പർ എല്ലാരും എഴുതിയെടുത്തോളൂ ആവശ്യക്കാര്. ഒരു മിനിറ്റ് ഒന്ന് പെണ്ണെടുക്കട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പെണ്ണെടുക്കട്ടെ. ഞാൻ പറയണോ മിനി ചേച്ചി? പറഞ്ഞോട്ടെ. അല്ല, അവര് ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് ചേച്ചിയെ സ്പോൺസറാക്കാന്നല്ല, ആരെ വേണ്ടി ചേച്ചിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. പറഞ്ഞോട്ടെ ഞാൻ സംസാരിക്കാം. അതന്നെ. അപ്പോ ചേച്ചി ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. കാരണം ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട്. ഇപ്പൊ നേരത്തെ ഒരു അലനോൺ ചോദിച്ചല്ലോ അശോകേട്ടനോട് എന്താ ചെയ്യാന്നുള്ളത്. സത്യത്തിൽ അത് മെമ്പർ അതിന് ഉത്തരം കൊടുക്കുന്നേക്കാളും അശോകേട്ടൻ അത് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒരു അലനോൺ മെമ്പറിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അവര് ഈ വഴി കൂടെ കാര്യങ്ങൾ. നമ്പർ പറഞ്ഞോളൂ ചേച്ചി. ഹലോ, നമ്പർ പറഞ്ഞോളൂ. നമ്പർ പറയാം. പറയട്ടെ. ആർക്കും പറയാലോ. 9847 എഴുതിയെടുത്തോളോ. 9847 94 20 32 ഒന്ന് അങ്ങോട്ട് പറയാ. 98 47 94 20 32. ഓക്കെ ആണോ? പറഞ്ഞോ. 98 47 20 32 4 20 32. ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. വലിയ ഉപകാരമായിട്ടുണ്ട്. മിനിയേച്ചിക്ക് എന്റെ എല്ലാ ആശംസകളും. നന്നായിരുന്നു. ഞാൻ കണ്ണൂരിൽ നിന്ന് ഗ്രൂപ്പിലെ ആശ അലനാണ്.
ഹലോ ഹലോ ആശ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നു. ഹലോ, ഒരു ആശംസ പറഞ്ഞത്. ഒരാള് ഒരാള് പറഞ്ഞു കഴിയട്ടെ. എനിക്ക് പറഞ്ഞോളൂ. മിനിയേച്ചർ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്പർ കിട്ടാനാ? നമ്പർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മിനിയേച്ചർ സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട്. നമുക്ക് സംസാരിക്കാം, പേഴ്സണലി സംസാരിക്കാം. ആയിക്കോട്ടെ. വളരെ നന്ദി കേട്ടോ. അങ്ങനെ ഇത്രയും പറഞ്ഞു ഞാൻ വിളിക്കാം. എന്നാൽ പിന്നെ ശരി. എല്ലാവരും ഇന്നത്തെ അവതരണം നന്നായിരുന്നു. എല്ലാ ആശംസകളും. ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ വെക്കുന്നുണ്ട്. ജനമൈത്രി ഗ്രൂപ്പ് ഇവിടെ സ്പോൺസർമാർ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയരുത് കേട്ടോ. കാരണം കഴുതമുണ്ടിന്റെ രൂപ ജനമൈത്രി ഗ്രൂപ്പിന് മേൽപ്പെട്ടും കീഴ്പ്പെട്ടും ഒഴിയാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് പറയുന്നത് അതല്ല ഉദ്ദേശം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമാണ്. അല്ലാണ്ട് ഇവിടെ സ്പോൺസർ ഉണ്ടാക്കി കൊടുക്കണമെന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഹലോ 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 കേൾക്കുന്നുണ്ടാ? ഞാനൊരു അല്ലനോൺ മെമ്പർ, ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിലെ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുന്നു. എന്റെ പേര് പുഷ്പവല്ലി, തലശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഹായ് നല്ലൊരു കേൾക്കുന്നില്ലല്ലോ. നല്ലൊരു സ്പീക്കർ മീറ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. മിനിയേച്ചി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ണൂരെല്ലാം സ്പീക്കർ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. 13 വർഷം 7 മാസമായി ഈ ഒരു കൂട്ടായ്മയിലെ കൂടി സഞ്ചരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളിൽ ഇല്ലാത്ത നമ്മൾ ഒരുപാട് വൈകല്യങ്ങളോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് കുറെ കൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. കേൾക്കുന്നില്ലല്ലോ. സ്പീക്കർ മീറ്റിംഗ് അതിനു വേണ്ടിയിട്ട് ജനമൈത്രി കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അപ്പൊ സ്പീക്കർ മീറ്റിംഗിലോട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ സംഘാടകർ ഇതിനുവേണ്ടി ശ്രമം നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള അല്ലനോൺ മെമ്പേഴ്സിന് എന്നുവെച്ചാല് കുറെ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാനും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ ഒരുപാട് വൈകല്യങ്ങൾ അല്ലനോൺ മെമ്പേഴ്സിനുണ്ട്. അതിനെ മാറ്റിക്കിട്ടാൻ, ആ മറയൊന്ന് മാറ്റിക്കിട്ടാൻ ഇത്തരത്തിലുള്ള സ്പീക്കർ മീറ്റിംഗ് ഉപകാരപ്രദമാവും. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സ്പീക്കർ മീറ്റിംഗ് നമുക്ക് ആവശ്യമാണ്. ഇത്രയും ഹൃദയസ്പർശിയായിട്ട് ഈ സ്പീക്കർ മീറ്റിംഗ് നടത്തി തന്ന മിനിച്ചേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം, ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് തലശ്ശേരി നവജീവൻ ഗ്രൂപ്പിന്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ഒരുപാട് ജീവിതാനുഭവവും അല്ലനോണിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അറിവും വെച്ച് ഞങ്ങൾക്ക് ഈ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. ഹരിദാസേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ? പിന്നെന്താ, തീർച്ചയായിട്ടും. നിങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം. മദ്യാസക്തനാണ്. ഈശ്വരടാക്ഷം കൊണ്ടും ഏയിലൂടെ നിരന്തരം സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ നിമിഷം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് രഘു, പാലക്കാട്. എന്തായാലും ചേച്ചി വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ഞാനും ഭാര്യയും കൂടിയിട്ട് ഇരുന്ന് കേട്ടു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞങ്ങളെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ നല്ല സ്നേഹം കൂടുമ്പോ രഘുവട്ട വിളിക്കും. ഇപ്പൊ കുറച്ചായിട്ട് ഇടയ്ക്ക് ആൽക്കിയേട്ടാന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വിളിക്കുന്നത്. എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷെ എന്താണ് ഈ ആൽക്കി എന്നുള്ള പേര് വരാൻ ഒരു കാരണം എന്നും കൂടി പറഞ്ഞ അത് നന്നായിട്ട് പേര് വന്നതാണോ? അത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പക്ഷെ ഞാന് ഇന്ന് എന്റെ ആൽക്കഹോളിക്കിന്, അതായത് ഞാൻ ഇപ്പൊ തുറന്നു പറയാം, മണിയേട്ടനെ ഞാൻ ഗ്രൂപ്പിൽ കയറുന്നതിനോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനോ പ്രശ്നം ഉണ്ടാവില്ല. അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിന് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ആൽക്കഹോളിക്കും അങ്ങനെ ആയിരിക്കില്ല. ചിലരുടെ ഭാര്യമാര്, ചിലർക്ക് അവരുടെ പേര് ആ മീറ്റിങ്ങിൽ ഇന്നാളെ ഭാര്യയാണെന്ന് അറിയപ്പെടുന്നതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൽക്കഹോളിക്കിന് എപ്പോഴും ആ അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ ആൽക്കി എന്നാണ് പറയുന്നത്. പിന്നെ മദ്യം നിർത്തി ഏയിൽ വന്ന ആൾക്കാർ മാത്രമല്ലല്ലോ അല്ലനോണിൽ വരുന്നത്, അവരുടെ ബന്ധുക്കൾ മാത്രമല്ലല്ലോ അല്ലനോണിൽ വരുന്നത്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അല്ലനോണിൽ വരുന്നുണ്ട്. അപ്പൊ ചിലരുടെ പേര് വെളിപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോകണം. എല്ലാവർക്കും, എല്ലാ തലത്തിൽ പെട്ടവർക്കും. മദ്യാസക്തി എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള ഏത് ആൾക്കാർക്കും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരാനും പേടിക്കാതെ ഇരിക്കാനും ഷെയർ ചെയ്യാനും. അപ്പം ഈ വെളിപ്പെടുത്തൽ അനോണിമിറ്റിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ കുറഞ്ഞ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാന്നുള്ളതല്ല. ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫെലോഷിപ്പ് അല്ലേ.
അപ്പൊ അതുകൊണ്ടാണ് ആൽക്കഹോളിക്കിനെ നമ്മൾ അയാളുടെ പേര് വെളിപ്പെടുത്താതെ ആൽക്കി എന്ന് പറയുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ആൽക്കിയേട്ടാന്നൊക്കെ വിളിച്ചാൽ എനിക്ക് ചിലപ്പോ ഏറ് കിട്ടും കേട്ടോ. ഞാൻ മണിയേട്ടാന്ന് തന്നെയാ വിളിക്കുക. വീട്ടിൽ നിന്ന് ആൽക്കിയേട്ടാന്ന് വിളിക്കേണ്ട കാര്യമില്ല. നമ്മളവിടെ അനോണിമിറ്റി കീപ്പ് ചെയ്യണോടത്ത് മാത്രം ആൽക്കി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ രഘുവിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. എനിക്കല്ല, ഭാര്യയ്ക്കും മനസ്സിലായി. ഓക്കെ, ചേച്ചി. രഘു അത് വിളിക്കുന്നതാണ്, കുഴപ്പമില്ല. അത് മണിയോട് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ഇനി നമ്മുടെ സമയം ചേച്ചി വളരെ സന്തോഷം. ഞങ്ങളായിട്ട് ഇതില് രണ്ടാമത്തെ സബ്ജക്ട് അവതരിപ്പിച്ച അലനോൺ സബ്ജക്ട് അവതരിപ്പിച്ചത് മിനി ചേച്ചിയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യത്തെ ഇതിൽ വന്നേ തോന്നുന്നു. സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനി അടുത്തത് നമ്മുടെ സാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഗോപാൽ സാർ വന്ന് നിൽക്കുന്നുണ്ട്. ചേച്ചിയുടെ നന്ദിയും ആവശ്യക്കാര് ചേച്ചിയുടെ നമ്പറിലേക്ക് വേണ്ട സജഷൻസ് ചേച്ചി തരും. നിങ്ങൾക്ക് അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഒരുപാട് ചെയ്യുന്ന അലോണുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചേച്ചിയുടെ. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ നോൺ ആൽക്കഹോളിക് അലനോണിന്റെ അംഗങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ മണിയേട്ടനെ വിളിക്കാം. അദ്ദേഹം 15 കൊല്ലമായിട്ട് സ്വബോധവാനായിട്ട് നിൽക്കുന്ന പ്രോഗ്രാമിന് നിൽക്കുന്ന അദ്ദേഹമാണ്. സ്പോൺസർ വേണമെങ്കിൽ എന്താ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും വേണ്ട. അടുത്ത് ഓക്കെ ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ഗോപാൽ സാറ് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ അദ്ദേഹത്തിനോടുള്ള നമ്മുടെ ഗ്രൂപ്പിനോട്. കാരണം ഞാനൊരു കുറച്ചൊരു സങ്കോചത്തോട് കൂടിയിട്ടാണ് രാവിലത്തെ ഡോക്ടർ ഷാജിയുടെ ഫോൺ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആകെ ഒരു ഇതെല്ലാം പോയി. എന്ത് ചെയ്യും? കാരണം ഇത് ഇന്ന് രാവിലെ വരെ എത്രയോ ദിവസമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവസാന നിമിഷം വന്നപ്പോ പറഞ്ഞ ആളില്ല എന്ന് പറയുമ്പോൾ പണ്ടത്തെ സിനിമയില് മമ്മൂട്ടി പറയുന്ന മാതിരി മോഹൻലാൽ ഗാനത്തിൽ വരുന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്ന മാതിരി ആവോ ഈശ്വരൻ പെട്ടുപോലും എന്താ ചെയ്യാ എന്ന് വിചാരിച്ച് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാറിനെ ഒന്ന് വിളിക്കാൻ തോന്നിയത്. പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തി സാറ്. ഒരു കുഴപ്പമില്ലാണ്ട് വളരെ സന്തോഷമായിട്ട് ഒരു കാര്യം പോലും സാറ് പറഞ്ഞില്ല. അപ്പൊ നന്ദിയുണ്ട് സാർ. ഞാൻ ആദ്യമേ പറയട്ടെ സാറിനോട്. കാരണം ഞങ്ങളുടെ ആ ബുദ്ധിമുട്ടില് അതാണ് ഒരു എക്കാരനേക്കാൾ കൂടുതൽ എയോട് എന്താ പറയാ ഒരു അഭിനിവേശമാണ് തന്നെയാണ് ഡോക്ടർ സാറിന്റെ കാര്യത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം സാർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് രാജാസെ സമയമുണ്ട് കേട്ടോ, ഇപ്പൊ കൊറോണയൊക്കെ അല്ലേ, നമുക്കൊരു സബ്ജക്ട് വയ്ക്കാൻ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കരമായിട്ടൊരു ഫീല് തന്നെയാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് ബെറ്റർ പാരന്റിങ് ആൻഡ് ഹാപ്പി ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അദ്ദേഹം എടുക്കുന്നു. ഇവിടെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സഹകരിക്കണം. കഴിയുന്നതും മൈക്കൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞാൽ കുടുംബിനികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതോടൊപ്പം നമുക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. ഞാൻ സന്തോഷത്തോടു കൂടി ആദ്യമായിട്ട് എല്ലാ ബഹുമാനത്തോടും കൂടിയിട്ട് നമ്മുടെ പ്രിയ അദ്ദേഹം ആൾട്ടർനേറ്റീവ് എ ക്ലാസ് ട്രസ്റ്റി ആയിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ ആ സബ്ജക്ട് അവതരിപ്പിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു സാർ. പ്ലീസ്.